ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് അറബികളുടെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതില്ലേ, ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ മുട്ട വെച്ചിട്ടുള്ളത് തന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്താ പറയുക, അധികം എണ്ണയൊന്നും ഇല്ലാത്തൊരു അടിപൊളി സ്നാക്സ് തന്നെ കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ടാവും. അത് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങേൻ്റെ നീരില്ല, അതും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങൻ്റെ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മസാല തേച്ച് വെക്കാം കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ല അത് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളിയില്ലേ, അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ ഇത് ഉള്ളി പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി ഇല്ലേ, അത് കുരുവൊന്നും ഇല്ലാണ്ട് അത് മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ നിൽക്കണ്ട, അങ്ങനെ ആകുമ്പോൾ വല്ലാണ്ടങ്ങ് എന്താ പറയുക പൊടിഞ്ഞു പോകും. ഇതേപോലെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയില ഇട്ടുക. ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഫില്ലിങ് കഴിക്കാൻ. ഇതിപ്പോൾ നമുക്ക് വേറെ സ്നാക്സിനെല്ലാം ഇതേപോലെ മസാല ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് മൈദ ഇട്ട് കൊടുത്തത്. ഇനി മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂണോളം നെയ്യില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നെയ്യൊന്നും എന്താ പറയുക ഉരുക്കിയിട്ടാട്ടോ, നെയ്യൊന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തത്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് നെയ്യൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് കുറച്ചൊന്ന് എന്താ പറയുക നെയ്യൊന്ന് ഉരുക്കിയിട്ട് അത് കേട്ടോ ഇതിലേക്ക് എടുത്തത്. ഇനിയിപ്പോൾ ഇത് ആദ്യം ഇതൊന്ന് നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റിൽ കുഴച്ചെടുക്കാം കേട്ടോ. ഭയങ്കര കട്ടിയിലായി പോകരുത്, എന്നാൽ പിന്നെ ഭയങ്കര ലൂസായി പോകരുത്. അത്യാവശ്യം നല്ല ലൂസിലായിരിക്കണം കേട്ടോ ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളൊന്ന് കഴുകിയിട്ട് എന്താ പറയുക, കൈ ഒന്ന് നനച്ച് കഴുകി വന്നിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിവിടെ നല്ലോണം വലിച്ച് പ്രസ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ എന്താ പറയുക നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മുട്ടൻ്റെ ഫില്ലിംഗ് ഇല്ലേ, അത് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം തന്നെ ചില്ലി ഫ്ലേക്സില്ലേ, ചതച്ച മുളകില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിൻ്റെ കുരു ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാണ്ട് കട്ടിയുള്ള ഭാഗം മാത്രമല്ലേ അത് മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ മല്ലിയിലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ കൈമൽ സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ അതും കൂടി ഇട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇല്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഫില്ലിങ് ഇതേപോലെ നമ്മൾ ഈ മുർത്തബക്ക് റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിലേ അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവില്ലേ അത് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 6 ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവ്. എന്നിട്ട് നമ്മളിതിപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ബാക്കി അടച്ച് വെക്കണം, ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക പരത്തിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ബാക്കിയുള്ളത് അടച്ച് തന്നെ വെക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്, ബാക്കി അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഒരു പലക എടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല പോലെ എന്താ പറയുക സെൻറ്റർ ഭാഗത്ത് കുറച്ച് കട്ടിയിലും ബാക്കി എല്ലാ ഭാഗത്തും കുറച്ച് നല്ല തിന്നായിട്ട് നല്ലോണം പരത്തിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ സ്ക്വയറിലാണ് പരത്തിയെടുക്കുന്നത്. ഇതിപ്പോൾ ഇല്ലേ ഈ മുർത്തബക്ക് സ്നാക്സ് ഇല്ലേ ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് അങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. നല്ല പോലെ പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അല്ലാണ്ട് ഇത് നല്ല പോലെ ഇത് ശരിക്കും എന്ന് പറയുക പൊറാട്ടൻ്റെ മാവന്നെ കേട്ടോ. അപ്പോൾ ഭയങ്കര ഓയിൽ എന്താ പറയുക കൂടുതൽ ഓയിൽ ചേർത്തിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. തീരെയും പൊടിയില്ലാണ്ട് അതാകുമ്പോൾ നല്ല തിന്നായിട്ട് അങ്ങനെയും പരത്തിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പൊടി വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുത്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ ഫില്ലിങ് ഇല്ലേ മുട്ടൻ്റെയും ചിക്കൻ്റെയും അത് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ എല്ലാ സൈഡിൽ നിന്നും പിടിച്ച് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്താ പറയുക നമുക്ക് രാത്രി ഡിന്നറായിട്ടും വൈകുന്നേരം സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു കിടിലനായിട്ടുള്ള ഐറ്റം തന്നെ കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യാട്ടോ ചേർത്ത് കൊടുത്ത്. നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഓയിലാണോ എന്ന് വെച്ചാൽ അത് എടുക്കാമല്ലോ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീ നല്ല ലോ ഫ്ലെയിമിൽ മതി കേട്ടോ. ഇത് 2 സൈഡും നല്ല പോലെ നമുക്ക് കുക്കായിട്ട് കിട്ടണം. ഇതേപോലെ രണ്ട് സ്പാച്ചിൽ വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ തിരിച്ചിടുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഒരു ഭാഗത്താകുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല തിന്നായിട്ടല്ലേ നമ്മൾ പരത്തി എടുത്തിട്ട് ഉള്ളിൽ ഫില്ലിങ് ഉള്ളതല്ലേ. ഇനിയിപ്പോൾ 2 സൈഡും ഇതേപോലെ നല്ലോണം ഒരിപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതിലുള്ള മാവും ഫില്ലിങ്ങും ഒക്കെ കുക്കാവാൻ വേണം. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ.